ഇവിടെ ഇയാൾ കുട്ടിയെ കിൻഡർ ഗാർഡനിലാക്കിയിട്ട് പോവാണ്. അവിടെയാണെങ്കിൽ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെ ഒരു ചുമരിൽ ക്രാക്ക് വീണിട്ടുണ്ടായിരുന്നു. അതാരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ അവിടെ നിന്ന് പോയി. എന്നാൽ അവിടെ പണി ചെയ്യുന്നതനുസരിച്ച് ആ ചുമരിലെ ക്രാക്ക് വലുതായി വന്നു. അടുത്ത സെക്കൻഡ് തന്നെ ബിൽഡിംഗ് മൊത്തം ഇടിഞ്ഞു വീഴാണ്. ഇയാൾ പോണ വഴിയിൽ ഫയർ സർവീസ് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ പാസ് ചെയ്യണത് ഇയാൾ കാണാണ്. ഉടനെ തന്നെ വണ്ടി തിരിച്ച് അയാളും പിന്നാലെ പോയി. അവിടെ എത്തിയപ്പോൾ കുട്ടിയാക്കിയിട്ട് പോയ ആ സ്കൂൾ ബിൽഡിംഗ് ഇടിഞ്ഞു വീണിരിക്കുന്നു. അത് കണ്ടതും തൻ്റെ മകളെ രക്ഷിക്കാനായി അയാൾ ഉള്ളിലേക്ക് പോകാൻ ട്രൈ ചെയ്യാണ്. എന്നാൽ പോലീസ് അയാൾ ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല. ഉടനെ തന്നെ അയാൾ ID കാർഡ് എടുത്ത് കാണിച്ചു. അയാളും ഒരു ഫയർമാൻ ആയിരുന്നു. അങ്ങനെ ഉള്ളിലുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ അയാളെയും അകത്തേക്ക് കയറ്റി വിട്ടു. അങ്ങനെ വേഗം തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി അയാൾ അപകടത്തിൽപ്പെട്ട എല്ലാവരെയും രക്ഷിക്കാൻ തുടങ്ങി. ഓരോരുത്തരെ അയാൾ പുറത്തേക്ക് എത്തിച്ചു. പെട്ടെന്ന് ഈ ന്യൂസ് അറിഞ്ഞ് അയാളുടെ വൈഫും അവിടേക്ക് വന്നു. അവിടെ വന്ന് അയാളെ കണ്ടതും മകളെ രക്ഷിക്കാൻ പറയാണ്. അയാൾ എങ്ങനെയൊക്കെയോ അകത്ത് കടന്നു. നോക്കുമ്പോൾ ടേബിളിൻ്റെ അടിയിൽ കിടക്കുന്ന കുഞ്ഞിനെയാണ് കാണുന്നത്. എന്നാൽ തൊട്ടടുത്തായി മറ്റൊരു കുഞ്ഞും കിടക്കുന്നുണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിലും ബിൽഡിംഗ് മുഴുവനായും ഇടിഞ്ഞു വീണേക്കാം. ഒരു അച്ഛനായ അയാൾക്ക് സ്വന്തം മകളെ ആദ്യം രക്ഷിക്കാം. എന്നാൽ ഒന്നും ചിന്തിക്കാതെ ഒരു ഫയർമാനായ അയാൾ അടുത്തുള്ള ആ കുട്ടിയെ രക്ഷിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ബാക്കി ബിൽഡിങ്ങിന്റെ ഭാഗം ഇടിയാൻ തുടങ്ങിയിരുന്നു. അയാൾ ഉള്ളിലേക്ക് ഓടാൻ തുടങ്ങിയത് മറ്റൊരാൾ അയാളുടെ മകളെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നു. കുഞ്ഞിനെയും വാങ്ങിയ ഭാര്യ അവിടെ നിന്നും അയാളെ കുറ്റപ്പെടുത്തി. അയാൾ നടന്ന കാര്യങ്ങൾ പറയുന്നത് പോലും കേൾക്കാൻ അവർ തയ്യാറായില്ല. മകളുമായി അവർ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയതും ഭാര്യ കടുപ്പത്തിലായിരുന്നു. എന്നാൽ മകളുടെ അടുത്ത് ചെന്നതും നല്ല മെച്ചുവറായി അവൾ സംസാരിക്കാൻ തുടങ്ങി. ആപത്തിലിരിക്കുന്നവരെയാണ് രക്ഷിക്കേണ്ടതെന്ന് അവൾ പറഞ്ഞു. എന്നിട്ട് അവൾ വരച്ചൊരു ചിത്രം അച്ഛന് കാണിച്ചു കൊടുത്തു. അതിൽ അവരുടെ സ്കൂളിനെ രക്ഷിച്ച ഹീറോ അവളുടെ അച്ഛനാണെന്നാണ് വരച്ചത്. അത് കണ്ടതും അയാളെ കൊണ്ട് കണ്ണുനീർ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല.